ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 24-ാം ദിനം. വിശുദ്ധിയുടെയും വർജനത്തിൻ്റെയും വേർപാടുകളുടെയും ദിനങ്ങളാണ് നോമ്പുകാലം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് വിഗ്രഹാർപ്പിതങ്ങൾ വെടിയേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവന്റെയും ജീവിതത്തിൻ്റെയും ഉടയവൻ ക്രിസ്തു ആയതുകൊണ്ട് അവനെ പ്രസാദിപ്പിക്കുന്നതിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ധാർമ്മിക വിരുദ്ധമാണ് വിഗ്രഹാരാധന. വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്നതിനെക്കുറിച്ചും ഭക്ഷിച്ചാൽ ആദായമില്ല എന്നും ഭക്ഷിക്കാതിരുന്നാൽ നഷ്ടമില്ല എന്നും പറയുന്നു. നമുക്ക് ലാഭനഷ്ടങ്ങളില്ലാത്ത പ്രവൃത്തി മറ്റൊരാൾക്ക് ഇടർച്ചയാകുമെങ്കിൽ അതിനെ ഉപേക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ രഹസ്യ ജീവിതം പോലെ ശ്രദ്ധയോടുകൂടിയതാവണം പരസ്യ ജീവിതവും. സുവിശേഷം പ്രസംഗിക്കപ്പെടുക മാത്രമല്ല, അത് നമ്മിലൂടെ ജീവിക്കുകയും വേണം. വിശ്വാസത്തിൽ ബലഹീനനായവനെ നമ്മുടെ ഭക്ഷണ വസ്തുക്കൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമെങ്കിൽ നമ്മുടെ ഭക്ഷണവും വിശുദ്ധവും ഭക്ഷണരീതി മാതൃകാപരവും ആകണം. ഏത് വിധേനയും ജീവിതം ആസ്വദിക്കണമെന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ സമൂഹത്തിന് മാതൃകയായി നാം തീരണം. ക്രിസ്തു നമ്മെ നേടാൻ സ്വയത്യാഗം ചെയ്തു. നമ്മുടെ ജീവന്റെ കാരണം അവൻ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഈ ചെറിയ ജീവിതങ്ങളെ അവനായി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ നോമ്പ് കാലത്ത് ക്രിസ്തുവിൻ്റെ ജീവത്യാഗം നമ്മിലൊരു കനലായി തീരുവാൻ ഇടയാകട്ടെ. ഈ നോമ്പ് കാലത്ത് വിശുദ്ധിയിലേക്ക് വളരുവാൻ, വിശുദ്ധിയുള്ളവരായി തീരുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ഈ നോമ്പ് നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധിയുള്ളവരായി തീർത്ത് ദൈവത്തിന് മനുഷ്യരുടെ മുമ്പിൽ വിശുദ്ധരായി ജീവിപ്പാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. ആമേൻ.